ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു തീരദേശ പ്രദേശമായ പൊഴിയൂർ എന്നൊരു സ്ഥലത്താണ്. ഈ പൊഴിയൂർ എന്ന സ്ഥലത്തിന് വേറൊരു നാമം കൂടെയുണ്ട്. അതൊരു അപരനാമം എന്നൊക്കെ പറയാം. സന്തോഷ് ട്രോഫി വില്ലേജ് എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിളിപ്പേര് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ 15 വർഷത്തിലേറെയായി എല്ലാ വർഷവും ഓരോ സന്തോഷ് ട്രോഫി ടീമുകളിലേക്ക് സ്ഥിര സാന്നിധ്യമാകുന്ന പ്ലേയേഴ്സ് ഈ ഭാഗത്ത് നിന്ന്, അതായത് പൊഴിയൂരിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. സന്തോഷ് ട്രോഫി കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി തുടങ്ങിയ ടീമുകളിലൊക്കെയാണ്. അതുകൂടാതെ തന്നെ ഐ ലീഗ്, ISL, നാഷണൽ ടീമിലേക്ക് തന്നെ സ്ഥിര സാന്നിധ്യമാവുന്ന പ്ലേയേഴ്സ് ഈ ഭാഗത്ത് നിന്ന്, അതായത് പൊഴിയൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ നിൽക്കുന്നത് പൊഴിയൂരിൽ തന്നെയുള്ള സൗത്ത് കൊല്ലങ്കോട് എന്ന സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ പിറകിലായിട്ട് നിങ്ങൾക്കൊരു ഗ്രൗണ്ട് കാണാൻ സാധിക്കും. കൂടാതെ തന്നെ ഒരു ഫുട്ബോൾ മത്സരവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. പൊഴിയൂരിലുള്ള SMRC എന്നുള്ളൊരു ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഒരു 9th ഫുട്ബോൾ ടൂർണമെൻ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അവരുടെ ഒരു ക്വാർട്ടർ ഫൈനൽ മത്സരം, ഒരു മാച്ചാണ് നടക്കുന്നത്. ഇവിടുത്തെ ഹോം ടീമായ SMRC റെഡ്, അതായത് SMRC റെഡ് എന്ന് പറയുന്നത് അവരുടെ സീനിയർ ടീമാണ്. കൂടാതെ തന്നെ അവർക്ക് വേറെ 2 ടീം കൂടെയുണ്ട് ജൂനിയർ ലെവലിൽ. SMRC റെഡ്, അതുകൂടാതെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വേറൊരു ക്ലബ്ബായ സെൻറ് തോമസ് വലിയവേളി, അവിടുത്തെ ക്ലബ്ബുമായിട്ടാണ് ഇപ്പോൾ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്ന ക്ലബ്ബുകൾ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ടീമുകൾ എവിടെ നിന്നൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരുവനന്തപുരം ജില്ലയിൽ ധാരാളം ക്ലബ്ബുകളുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഒരു കാര്യത്തിൽ, ഫുട്ബോളിൻ്റെ ഒരു കാര്യത്തിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പൊഴിയൂരിനോട് ചേർന്ന് തന്നെയാണ് കന്യാകുമാരി ജില്ല ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫുട്ബോളിൻ്റെ ഒരു കാര്യം വരുമ്പോഴത്തേക്കും ആ ഒരു ബോർഡർ തൽക്കാലം അങ്ങ് മാറും. അപ്പോഴത്തേക്കും കന്യാകുമാരി ജില്ലയും തിരുവനന്തപുരം ജില്ലയിലും ധാരാളം ക്ലബ്ബുകൾ ഒരുമിച്ച് വരികയും ഒരുമിച്ച് ഒത്തിരി മത്സരങ്ങൾക്ക് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവർ സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെൻറ്റിൽ തിരുവനന്തപുരം ജില്ലയിലും കന്യാകുമാരി ജില്ലയിലും ധാരാളം ക്ലബ്ബുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കന്യാകുമാരി ജില്ലയിൽ അവർ സംഘടിപ്പിക്കുന്ന ടൂർണമെൻറ്റുകളിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ക്ലബ്ബുകളും ഇതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നടക്കുന്ന മത്സരങ്ങൾ ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, SMRC റെഡും അതോടൊപ്പം തന്നെ സെൻറ് തോമസ് വലിയവേളി എന്നീ 2 ടീമുകൾ തമ്മിലാണ്. തീർച്ചയായിട്ടും മത്സരത്തിന് ശേഷം ക്ലബിൻ്റെ ഭാരവാഹികളുമായിട്ട് നമുക്ക് നേരത്തെ തന്നെ സംവദിക്കാം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് SMRC റെഡിൻ്റെ സീനിയർ പ്ലെയറായ ശ്രീ S. സീസൺ, അദ്ദേഹത്തിൻ്റെ കൂടെയാണ്. വെൽക്കം. ഫസ്റ്റ് ഓഫ് ഓൾ, കൺഗ്രാജുലേഷൻസ് ഫോർ ടുഡേയ്സ് വിൻ. താങ്ക് യു. ഓക്കെ, അപ്പം ഒരു തിരുവനന്തപുരത്തിൻ്റെ, പൊഴിയൂർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരത്തിൻ്റെ ഒരു ഫുട്ബോൾ പാരമ്പര്യത്തിന് ഒരു മുഖമുദ്രയായിട്ട് അല്ലെങ്കിൽ എടുത്തു പറയാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. തീർച്ചയായും. കാരണം വളരെ പാരമ്പര്യമുള്ള ഒരു ക്ലബ്ബാണ് SMRC എന്ന് പറയുന്നത്, സെന്റ് മാത്യൂസ് റിക്രിയേഷൻ ക്ലബ്ബ്. അപ്പോൾ പണ്ട് നാൾ തൊട്ടേ, ആദ്യം ഇവിടെ മണലായിരുന്നു, അന്ന് തൊട്ട് തന്നെ കളിക്കാരെ കേരള ഫുട്ബോളിലും ഇന്ത്യൻ ഫുട്ബോളിലോട്ട് കളിക്കാരെ കൊടുത്തുകൊണ്ടിരിക്കുന്ന, ഓരോരോ കളിക്കാരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നാടാണ് പൊഴിയൂർ. ഇപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് തൊട്ട് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ സന്തോഷ് ട്രോഫി കളിക്കാർ ഈ തിരുവനന്തപുരം ജില്ലയിൽ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് ഈ കേരളത്തിൽ തന്നെ, ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ എടുത്ത് നോക്കിയാൽ ഒരു ക്ലബിൽ നിന്ന് ഏറ്റവും കൂടുതൽ സന്തോഷ് ട്രോഫി കളിക്കാർ വന്ന ആ ഒരു ഇത് നമ്മുടെ അതിൽ SMRC ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പൊഴിയൂർ മൊത്തത്തിൽ ചേർത്താൽ പൊഴിയൂരിൽ നിന്നായിരിക്കാം. അത്രയ്ക്ക് കളിക്കാരെ നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ തന്നെ ഈ ക്ലബിന്റെ നടത്തിപ്പും ഇത് നമ്മൾ കൊണ്ടുപോകുന്നത്, ഈ ക്ലബിന്റെ ഈ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് തന്നെ ഫുട്ബോളാണ്. അപ്പോൾ കൊച്ചുകുട്ടികളുടെ ഗ്രാസ് റൂട്ട് തൊട്ട് മൊത്ത കാര്യവും നമ്മുടെ ഈ ക്ലബ് SMRC ക്ലബ്ബ് നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഓരോരോ കളിക്കാർ ഓരോ ഏജ് കാറ്റഗറിയിൽ നമ്മളിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന്. ഓക്കെ, അല്ല പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് എത്ര തുടർച്ചയായിട്ട് ഇപ്പോൾ എത്രാമത്തെ വർഷമാണ് ഈ ഒരു സന്തോഷ് ട്രോഫിയിലേക്കുള്ള ഒരു പ്രാതിനിധ്യം വരുന്നത്? എനിക്കൊന്ന് 18. അല്ല, ഞാൻ കളിക്കാൻ തുടങ്ങിയത് 14 മുതൽ 19 വരെയാണ് ഞാൻ കേരളത്തിന് കളിച്ചത്. എനിക്ക് മുമ്പ് ഒത്തിരി കളിക്കാൻ സന്തോഷ് ട്രോഫി കളിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ നിന്ന് ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കളിക്കുന്നത് എൻ്റെ ഒരു ഓർമ്മയിൽ ഫ്രെഡി എന്ന് പറയുന്ന പ്ലെയർ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് എഡിസൺ, അപ്പം അങ്ങനെ ഓരോരോ സീനിയർ കളിക്കാർ ഇങ്ങനെ സന്തോഷ് ട്രോഫി കളിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് മുമ്പത്തെ സീനിയേഴ്സ് രാജേഷ് എനിക്കുള്ളത് 2-3 ജില്ലയ്ക്ക് വേണ്ടിയിട്ട്, അപ്പം കേരളത്തിന് കളിച്ചിട്ടുണ്ട്, അവൻ റെയിൽവേസിന് കളിച്ചിട്ടുണ്ട്, കർണാടക കളിച്ചിട്ടുണ്ട്, അങ്ങനെ ഓരോരോ ഇതിൽ. അതുപോലെ തന്നെ സർവീസസിൽ സന്തോഷ് ട്രോഫി കളിച്ച കളിക്കാർ പൊഴിയൂരുണ്ട്. അങ്ങനെ ഒത്തിരി എനിക്ക് തോന്നുന്നത് ഒരു 5-6 സ്റ്റേറ്റിന് കളിച്ച കളിക്കാരുണ്ട്. ഇനി സന്തോഷ് ട്രോഫി കൂടെ അല്ലാതെ തന്നെ ഇപ്പം നമ്മളിപ്പം ഒരു സ്റ്റേറ്റ് ലെവൽ ടൂർ ചാമ്പ്യൻഷിപ്പിൽ അല്ലെങ്കിൽ ഇപ്പം നാഷണൽ ലെവൽ, ഇപ്പം മറ്റ് ലീഗുകൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഐ ലീഗ്, ISL, നമ്മളെ ഐ ലീഗ് കളിച്ച പ്ലേയേഴ്സ് ഉണ്ട്. പൊഴിയൂരിൽ നിന്ന് തന്നെ ഉദയം തന്നെ ISL കളിച്ച പ്ലേയേഴ്സ് ഉണ്ട്. കോസ്റ്റൽ ഏരിയ, അങ്ങനെ ഈ കോസ്റ്റൽ ഏരിയയിൽ നിന്ന് ഒത്തിരി കളിക്കാർ വരുന്നുണ്ട്. അതുപോലെ തന്നെ SMRC നമ്മുടെ ക്ലബ്ബിൽ നിന്ന് ഒത്തിരി കളിക്കാർ അവിടെ ഐ ലീഗ് കളിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ സൂപ്പർ ലീഗ് കളിച്ചു. അതുപോലെ ഒത്തിരി ലീഗുകൾ
പിന്നെ കുറെ കളിക്കാർ, ഏറ്റവും കൂടുതൽ കളിക്കാർ ഡിപ്പാർട്ട്മെന്റിൽ ജോലിയുള്ളത് ഇവിടെ നിന്നാണ്. അതെ. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ AGS, SBI, KCB, അതുപോലെ റെയിൽവേസ്, അങ്ങനെ ഒത്തിരി സ്ഥലത്ത്, ഇന്ത്യൻ നേവി, അങ്ങനെ കുറെ സ്ഥലത്ത്. പണ്ടൊരിക്കൽ കായികപരമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവില് ഒരിക്കൽ ചോദിച്ചൊരു ചോദ്യം, അത് ഇവിടുത്തെ വേറൊരു ഇവിടുത്തെ കാറ്റിനാണോ പ്രത്യേകത, അല്ലെങ്കിൽ ഇവിടുത്തെ എന്താണ് ഈ ഒരു, കാരണം അതൊരു മോട്ടിവേഷൻ, ആ ഒരു മോട്ടിവേഷൻ ലെവലിൽ മാത്രമാണ് ആൾക്കാർ സ്നേഹിക്കുന്നത്. ആദ്യത്തെ പ്രയോറിറ്റി ഫുട്ബോളാണ്. ഫുട്ബോളിലാണ് ഇവിടുത്തെ എല്ലാവരുടെയും ആദ്യത്തെ ഒരു വിനോദം എന്ന് പറയാൻ ഫുട്ബോളാണ്. പണ്ട് തൊട്ടേ അങ്ങനെയാണ്. മുമ്പ് ഈ ഒരു ടൂർണമെന്റ് തന്നെ 25 വർഷം മുമ്പ് മണലിൽ നടന്ന ടൂർണമെന്റ് ആണ്. 25ാമത്തെ വർഷമാണ്. ഇതിപ്പോ 25 വർഷം. നടക്കണം. അപ്പൊ അതിന് മുമ്പ് 24 വർഷം മണലിൽ ഈ ടൂർണമെന്റ് നടന്നതാണ്, ഈ കളക്ഷൻ ടൂർണമെന്റ്. അപ്പൊ എന്റെ ചെറുപ്രായത്തിൽ ഞാനിവിടെ എന്നിട്ട് കളി കണ്ടിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്ക് ആ ഒരു ഇത് തിരിച്ചു വന്നുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും ഓരോ കളി ആൾക്കാർക്ക് ഒരു വിനോദമായി. അപ്പൊ അങ്ങനത്തെ ഒരു ഇത് തിരിച്ച് ക്ലബിന് കൊണ്ടുവരാൻ പറ്റി. അതിലേക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ നിലവിൽ SMRCയുടെ വക തന്നെ ഇപ്പൊ സീനിയേഴ്സ് ടീമുണ്ട്, അല്ലാതെ ജൂനിയർ ലെവലിൽ 2 ടീമുണ്ട്. എന്ന് വെച്ചാല് നമുക്ക് ഒത്തിരി കളിക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് A ടീം, B ടീം, C ടീം, അങ്ങനെ 3 ടീം കളിപ്പിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഇനി ഫ്യൂച്ചറിലും ഇത് തന്നെ ഈ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി തന്നെ ആയിരിക്കും തീർച്ചയായും. ഇത് ഇതുപോലെ ഫുട്ബോൾ ഇവന്റ് ഓരോന്ന് നടത്തിക്കൊണ്ട് വരുമ്പോൾ ആ ഒരു ഫീൽഡിൽ നിന്ന് നമ്മൾ ആരും പോകില്ല. പുതിയ കളിക്കാർ ആ ഒരു ഇതിൽ തന്നെ നിൽക്കും. കാരണം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അറിയാം, ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്. അപ്പൊ വീണ്ടും നമ്മൾ ആ ഫുട്ബോളിൽ തന്നെ കൊണ്ടുവന്നാൽ നമ്മൾ ഒത്തിരി ഇവന്റുകൾ ഫുട്ബോളിൽ നടത്തണം. അപ്പൊ തന്നെ നമുക്ക് ആ ഒരു ഇതിൽ പിടിച്ചു നിർത്താൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ താങ്കൾ ഇപ്പോൾ ഇത്രയും വർഷം ഫുട്ബോളിൽ ആക്റ്റീവ് ഫുട്ബോൾ പ്രൊഫഷൻ എടുത്തിരിക്കുകയാണ്. അപ്പൊ താങ്കൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച്, ഒരു സാധാരണക്കാരൻ പലപ്പോഴും ഇങ്ങനെ തിരുവനന്തപുരം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എന്താ പറയാ, ഇപ്പം ഉദാഹരണത്തിന് ഈ അടുത്ത് സൂപ്പർ ലീഗിൽ തിരുവനന്തപുരത്ത് ധാരാളം സപ്പോർട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പലരും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വെറുതെ ഇങ്ങനെ എഴുതി വിടുന്നുണ്ടായിരുന്നു, തിരുവനന്തപുരത്ത് ഇത്രയൊക്കെ സപ്പോർട്ട് കിട്ടുമോ എന്ന രീതിയിൽ. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫുട്ബോൾ ഫാൻസിനെ കുറിച്ചോ ഫുട്ബോൾ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നവരെ കുറിച്ചോ അല്ല. മെയിനായിട്ട് പറയുകയില്ല, ഇന്നത്തെ ജനറേഷൻ അറിയില്ല ഈ തിരുവനന്തപുരം ഫുട്ബോളിന്റെ പാരമ്പര്യം. ഇന്നത്തെ ജനറേഷൻ എന്ന് വെച്ചാൽ എന്നെ എടുത്ത് നോക്കിയാൽ എനിക്ക് അറിയില്ല. കാരണം എന്റെ ചെറുപ്രായങ്ങളിൽ നമ്മുടെ ട്രിവാൻഡ്രത്താണ് ഐ ലീഗ് നടന്നിട്ടുള്ളത്, അല്ലാണ്ട് മറ്റു സ്ഥലങ്ങളിൽ ഐ ലീഗ് നടന്നിട്ടില്ല. ഐ ലീഗിൽ ഏറ്റവും കൂടുതൽ കാണികൾ വന്ന ട്രിവാൻഡ്രത്താണ്. അപ്പൊ അങ്ങനെ ഒത്തിരി പാരമ്പര്യമുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രത്ത് പണ്ട് ഫുട്ബോൾ നടക്കുമ്പോൾ സ്റ്റേഡിയങ്ങളൊക്കെ ഫുള്ളാണ്, അകത്തോട്ട് കയറാൻ പോലും പറ്റില്ല. അങ്ങനത്തെ പാരമ്പര്യത്തിലാണ് ഫുട്ബോൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്ന് തന്നെ നോക്കുമ്പോൾ സൂപ്പർ ലീഗിൽ തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടേഴ്സിന്റെ അല്ല ഒരു ആംബിയൻസ് ഉള്ള ഒരു മാച്ച് ട്രിവാൻഡ്രത്ത് നടന്ന മാച്ചസ് ആണ് സൂപ്പർ ലീഗുകാർ എടുത്തത്. അപ്പൊ അതിന് തിരുവനന്തപുരത്തിന് കഴിഞ്ഞുവെങ്കിൽ തിരുവനന്തപുരത്തിന് ഇനിയും കൂടുതൽ ഫുട്ബോളിലോട്ട് വരാൻ കഴിയും. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഒരു സീനിയർ പ്ലെയർ എന്ന രീതിയിൽ ഈ ഒരു യങ് ജനറേഷനെ മോട്ടിവേറ്റ് ചെയ്യുക. തിരുവനന്തപുരത്തിന്റെ മാത്രമല്ല, നമ്മുടെ നാഷണൽ, നമ്മുടെ ഒരു തീരദേശ പ്രദേശത്ത് നിന്ന് ധാരാളം പ്ലേയേഴ്സ് വരുന്നതാണ് നമുക്ക് തന്നെ അഭിമാനത്തോടെ പറയാൻ ഉതകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മൊമെന്റം കീപ്പപ്പ് ചെയ്യുക, കൂടുതൽ യങ് ജനറേഷനെ ഇൻസ്പയർ ചെയ്യുക, കൂടുതൽ കളിക്കാർ ഇവിടെ നിന്ന് തന്നെ വരട്ടെ. തീർച്ചയായും. കാരണം നമ്മുടെ തീരദേശം നോക്കിയാൽ ഇപ്പൊ ഞങ്ങൾ മാത്രമല്ല, എല്ലാ നാടും ഓരോ ക്ലബ് ഉണ്ട്, അവരെല്ലാവരും ടൂർണമെന്റ് നടത്തുന്നുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ പ്ലേസിനെ കൊണ്ടുവരണം. അതാണ് ഈ കോസ്റ്റൽ ഏരിയയിൽ ഇത്രയും കളിക്കാർ വരാൻ കാര്യം. അതെ. ഇപ്പം തിരുവനന്തപുരം നോക്കിക്കഴിഞ്ഞാൽ അവർ തീരദേശ ബെൽറ്റ് എൻറ്റയർ ബെൽറ്റ് നമുക്ക് ആ ഒരു എനിക്ക് തുമ്പയാണ്, തുമ്പ മുതൽ ഇങ്ങോട്ട് വേളി, വലിയ വേളി, തൊത്തൂർ വരെ. അത് കഴിഞ്ഞിട്ട് മാത്രമല്ല, അങ്ങോട്ടുണ്ട് പൂത്തറൈ, വാണിപുരം, അങ്ങോട്ട് അതുവരെ. അതായത് നമ്മളിപ്പോ നിൽക്കുന്നത് കന്യാകുമാരി ജില്ലയോട് ചേർന്ന് നടക്കുന്നത് ബോർഡറിലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഫുട്ബോളിന്റെ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് ഈ സ്റ്റേറ്റ് ബോർഡർ അങ്ങ് മായുമെന്ന് തോന്നുന്നല്ലേ, മാഞ്ഞിട്ട് പിന്നെ വാശിയാണ്. ഇപ്പൊ മലയാളി പ്ലേസ് ആയാലും തമിഴ്നാട് പ്ലേസ് ആയാലും കളിക്കുമ്പോൾ വാശിയാണ്. അപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പൊ ഇവിടെ നിന്ന് തന്നെ തമിഴ്നാട് ടീം സന്തോഷ് ട്രോഫി കളിച്ച കളിക്കാരുണ്ട്, പോണ്ടിച്ചേരിക്ക് വേണ്ടി ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന കളിക്കാരുണ്ട്. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു മൊമെന്റം കീപ്പപ്പ് ചെയ്യുക, എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവുക. താങ്കളോട് സംസാരിക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരു സാധാരണക്കാരന്റെ രീതിയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി തിരിഞ്ഞ താങ്കൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് SMRCയുടെ സീനിയർ പ്ലെയറായ സീസൺ അദ്ദേഹത്തിൻ്റെ കൂടെയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 2014 മുതൽ സന്തോഷ് ട്രോഫി കേരളത്തിന് റെപ്രസെൻറ്റ് ചെയ്യുകയും 2018 വൈസ് ക്യാപ്റ്റനും 2019 ക്യാപ്റ്റനാവുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കൂടാതെ തന്നെ ഇപ്പോൾ ട്രിവാൻഡ്രം കൊമ്പൻസ് എന്നുള്ള ടീമിന് വേണ്ടിയിട്ടും അദ്ദേഹം ഇപ്പം കളിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം SBIയിലാണ് അദ്ദേഹത്തിന് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ SBIയിലെ ഒരു പ്ലെയർ കൂടിയാണ്. അപ്പം അങ്ങനെ ധാരാളം കളിക്കാർ ഇപ്പം എനിക്കിപ്പോൾ അദ്ദേഹത്തിനോട് മാത്രമേ ഇന്ന് സംസാരിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ധാരാളം പ്ലേയേഴ്സ് ഈ ഒരു പൊഴിയൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഈ ഒരു തീരദേശ മേഖലയിൽ നിന്ന് ധാരാളം കളിക്കാർ ഇതുപോലെ സംഭാവന ചെയ്യാൻ പറ്റിയത് വളരെ നല്ലൊരു കാര്യം തന്നെയായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പം അതോടെ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഗുഡ് ബൈ.